ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അന്വേഷണത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അടൂർ പ്രകാശും ആന്റോ ആന്റണി MP-യും ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൂടെ സോണിയാഗാന്ധിയെ കാണാൻ എങ്ങനെ എത്തിയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മഹാ തട്ടിപ്പുകാർ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയെന്നും കട്ടയാളും കട്ട മുതൽ വാങ്ങിയയാളും എങ്ങനെ ഒരേ സ്ഥലത്തെത്തിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമാകട്ടെ എന്നുള്ളത് ഞങ്ങൾ തന്നെ വെച്ച നിർദ്ദേശവും പൂർണ്ണ യോജിപ്പ് അതിനോട് പ്രകടിപ്പിച്ചതുമാണ്. അടൂർ പ്രകാശ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട് പേരുകൾ വരുന്ന സന്ദർഭം ഒരു ചിത്രം വന്നപ്പോഴാണ്. അത് സോണിയാഗാന്ധിയും മറ്റ് രണ്ടുപേരും, അടൂർ പ്രകാശും പിന്നെ അവിടുത്തെ പത്തനംതിട്ട MP-യും, ഇവരെല്ലാം കൂടിയുള്ള ഒരു ചിത്രമാണ് വന്നത്. ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിന്നവരാരാണ്? സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഈ തരുണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. തന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത്. ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേസിന്റെ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ പങ്കില്ലെന്നാണ് വിശദീകരണം. ശബരിമല സ്വർണ്ണക്കവർച്ച അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മേലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM പക്ഷപാതികളായ 2 പേരെയാണ് ഇപ്പോൾ SITയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട ഒരാൾക്കെതിരെ പോലും CPIM നടപടിയെടുക്കുന്നില്ലെന്നും VD സതീശൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഹൈക്കോടതി നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഞങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വ്യക്തമാകുന്നു. കവർച്ച നടത്തിയവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, തൊണ്ടി മുതൽ കണ്ടെത്തണമെന്നും അതിനായി പോരാട്ടം തുടരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വരണം. എന്നാൽ മാത്രമേ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ എവിടെ? അയ്യപ്പന്റെ മുതൽ അടിച്ചുകൊണ്ട് പോയവർ നിയമത്തിന് മുമ്പിൽ വന്നേ മതിയാവൂ. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സർക്കാരിന്റെ താൽപര്യം SIT സംരക്ഷിക്കുന്നു. ചോദ്യം ചെയ്യുന്നവരുടെ സൗകര്യം നോക്കിയാണ് ചോദ്യം ചെയ്യൽ പോലുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ചോദ്യം ചെയ്യുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിലാണ് ചോദ്യം ചെയ്യലുകൾ നടത്തുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് SITയുടെ വിവരം. SITയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം
ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. SIT മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ. അതിലേക്ക് ഇത്രയും അതിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്രയും ദിവസം എടുക്കേണ്ട കാര്യമില്ല. ശബരിമലയിൽ കൂടുതൽ സ്വർണം കൊള്ളയടിച്ചതായി SIT കണ്ടെത്തി. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചതായാണ് പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിലുള്ള ശിവരൂപവും വ്യാളീരൂപവും അടങ്ങുന്നതാണ് പ്രഭാമണ്ഡലം. പ്രഭാമണ്ഡലത്തിലെ പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഗുരുതരമായ അല്ലെങ്കിൽ വലിയ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതുവരെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കേട്ടിരുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികൾ എന്നിവയിൽ നിന്നാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിക്ക് സമീപമുള്ള പ്രഭാമണ്ഡലങ്ങളിലെ അടക്കം സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൽ ഈ ശിവരൂപമുണ്ട്, വ്യാളി രൂപമുണ്ട്, അതിലെ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, അതുപോലെ തന്നെ കട്ടിളപ്പടിയിലെ മുകൾപ്പടിയിലെ പാളി എന്നിവയിൽ നിന്ന് അങ്ങനെ 7 ഇടത്ത് നിന്ന് ഉള്ള സ്വർണമാണ് മോഷ്ടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി വളരെ വലുതാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പടിയിലെയും സ്വർണമാണ് മോഷ്ടിച്ചത് എന്നുള്ളതായിരുന്നു കണ്ടെത്തലെങ്കിൽ അങ്ങനെയല്ല. ഈ കട്ടിളപ്പടിക്കും ദ്വാരപാലക ശില്പത്തിനും സമീപത്ത് തന്നെയുള്ള വ്യാളി രൂപം, ശിവരൂപം എന്നിവ അടങ്ങിയ പ്രഭാമണ്ഡലം, അതുപോലെ തന്നെ ഈ ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, അതുപോലെ തന്നെ രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ എന്നിവയിൽ നിന്ന് അടക്കം ഈ സ്വർണം മോഷ്ടിച്ചു. ഈ മോഷ്ടിച്ച സ്വർണം, അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശേഷം അവിടെ വെച്ച് ഒരു ലായനി ഉപയോഗിച്ച് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതാണ്. ചെന്നൈയിൽ പ്രത്യേക രാസലായനി ഉപയോഗിച്ച് ഈ സ്വർണം ഈ പാളികളിൽ നിന്ന് വേർതിരിച്ച് എടുത്തു. അങ്ങനെ എടുത്ത സ്വർണം 989 ഗ്രാം സ്വർണമാണ് വേർതിരിച്ചെടുത്തത്. അതിൽ നിന്ന് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ്, പങ്കജ് ഭണ്ഡാരി CEO ആയിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസ് തങ്ങളുടെ പണിക്കൂലിയായി ഏതാണ്ട് 96 ഗ്രാം സ്വർണം അതിൽ നിന്ന് എടുത്ത ശേഷം ബാക്കി വന്ന സ്വർണം, അതായത് ഈ പറയുന്ന 989 ഗ്രാം സ്വർണത്തിൽ നിന്ന് 96 ഗ്രാമോളം അവർ പണിക്കൂലിയായി എടുത്തു. പിന്നെ ഉള്ള 394 ഗ്രാം സ്വർണം വീണ്ടും ഈ പാളികളിൽ പൂശി. അതിനുശേഷം ഏതാണ്ട് 474.95 ഗ്രാം സ്വർണമാണ് ബാക്കി വന്നത്. ഈ ബാക്കി വന്ന സ്വർണമാണ് ഈ മോഷ്ടിക്കപ്പെട്ടത്. അതായത് ഈ സ്വർണം ഇവർ കൊണ്ടുപോയത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിലേക്കാണ്. ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ആ സ്വർണം പിന്നീട് കൊണ്ടുപോയത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിലേക്കാണ്. ഈ സ്വർണം കണ്ടെത്താൻ ഇതുവരെയും പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇതിന് തത്തുല്യമായ ഒരു സ്വർണം കണ്ടെത്തിയിരുന്നു ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന്. പക്ഷേ അത് ശബരിമലയിലെ സ്വർണമാണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് 2 ഇടങ്ങളിൽ നിന്ന് മാത്രം സ്വർണം കവർന്നിരുന്നു എന്ന് പറഞ്ഞിടത്ത് നിന്ന്, പക്ഷെ അങ്ങനെയല്ല, കൂടുതലിടങ്ങളിൽ നിന്ന് ഈ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ശബരിമലയിൽ നിന്ന് ഈ സംഘം കവർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഈ 474 ഗ്രാം സ്വർണമാണ്. ഈ 474 ഗ്രാം സ്വർണം പോയിരിക്കുന്നത് ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലെ കട്ടിളപ്പാളികളിൽ നിന്നും, അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും, അതുപോലെ തന്നെ കട്ടിളപ്പടികളിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും മാത്രമല്ല, അതിന് സമീപത്തുള്ള പ്രഭാമണ്ഡലങ്ങളിലെ സ്വർണം, അതുപോലെ തന്നെ അതിൽ ദശാവതാരം ആലേഖനം ചെയ്ത 2 സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാളി രൂപം, ശിവരൂപം എന്നിവയിൽ നിന്നുള്ള സ്വർണവും മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. അതായത് വലിയ വ്യാപ്തിയിൽ ചെറിയ ഒരു കൊള്ളയല്ല സന്നിധാനത്ത് ശബരിമലയിൽ ഈ സംഘം നടത്തിയിരിക്കുന്നത് എന്നുള്ളത്
വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ ഈ SIT ഈ പറയുന്ന 3 പ്രതികളെയും, ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതി, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ കർണാടകയിലെ റോദ്ധം ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ സ്വർണം എവിടേക്ക് പോയി എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഇന്നലെ വിശദമായി തന്നെ ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. അതിനു വേണ്ടി തന്നെയാണ് ഇന്നലെ 3 പേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്നലെ 3 പേരെയും ഒരുമിച്ചിരുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. ഏതായാലും കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഓരോ ദിവസം ചൊല്ലുന്തോറും ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ ഈ പറയുന്ന വ്യാപ്തി അത് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച ചോദ്യം ചെയ്യാനാണ് തീരുമാനം. പ്രശാന്തിന്റെ മൊഴി നേരത്തെ SIT എടുത്തിരുന്നു. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി നൽകുമ്പോൾ PS പ്രശാന്ത് ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പാളികൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന് കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ SIT പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഡൽഹി യാത്രയിലും സോണിയാഗാന്ധിയെ കണ്ടതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതികളായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ റിമാൻഡ് കാലാവധി നീട്ടി. ജനുവരി 15 വരെയാണ് കാലാവധി നീട്ടിയത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രതികളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത ശേഷം വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റിയിരുന്നു. 3 പ്രതികളുടെയും റിമാൻഡ് അവസാനിച്ചതോടെയാണ് ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി കാലാവധി നീട്ടിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എത്ര സ്വർണം നഷ്ടമായെന്ന് SIT വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. PS പ്രശാന്തിന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും മൊഴിയെടുത്തത് SIT ഒളിപ്പിച്ചു. എന്തൊക്കെ വാർത്തയാവണമെന്ന് SITക്ക് രാഷ്ട്രീയ നിർദ്ദേശം ലഭിക്കുന്നുണ്ടെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണെന്ന് അന്വേഷണ സംഘം തുറന്നു പറയണമെന്നും OJ ജനീഷ് പറഞ്ഞു. എത്രത്തോളം വ്യാപ്തിയിലാണ് സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ SITയുടെ അന്വേഷണത്തിന്റെ ഘട്ടമായി പുറത്തു പറയാൻ സർക്കാരും അല്ലെങ്കിൽ ഈ ഏജൻസി അല്ലെങ്കിൽ ഈ പ്രത്യേകമായ അന്വേഷണ ടീം തയ്യാറാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ച് അവിടെ എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പ് വരെ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ വാർത്ത പുറത്തുവിടണം, ഏതൊക്കെ വാർത്ത പുറത്തുവിടണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് SITക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയമായ നിർദ്ദേശങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പത്മകുമാർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ദൈവതുല്യരായ ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്തതെന്നുള്ളതാണ്. ആരാണ് ആ ദൈവതുല്യർ? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചതിയൻ ചന്തു പ്രയോഗം തള്ളി മുഖ്യമന്ത്രി. CPI ചതിയും വഞ്ചനയും കാണിക്കുന്ന പാർട്ടിയാണെന്ന തോന്നൽ ഞങ്ങൾക്കില്ലെന്നും ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായ CPIയുമായി ഊഷ്മള ബന്ധമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPI എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. ആ പാർട്ടി LDFിലെ CPIഎമ്മിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ്. നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നു എന്ന തോന്നൽ ഞങ്ങൾക്കാർക്കുമില്ല. ലഹളയുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടതിന് തൃശൂർ കയ്പമംഗലത്ത് അസം സ്വദേശി അറസ്റ്റിലായ സംഭവത്തിൽ NIA പ്രാഥമിക വിവരങ്ങൾ തേടി. AK-47 തോക്കുകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങാൻ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നതായി കയ്പമംഗലം പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് NIA ഇയാളെക്കുറിച്ച് പ്രാഥമിക വിവരങ്ങൾ തേടിയത്. ഇയാൾക്കെതിരെ UAPA ചുമത്തിയാൽ NIA കേസ് ഏറ്റെടുക്കുമെന്നാണ് വിവരം.
അസാം മൊറിഗോൺ സ്വദേശി റോഷിദുൾ ഇസ്ലാമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ബംഗ്ലാദേശിലുള്ള തൻ്റെ അമ്മാവനുമായി ഫോൺ വഴിയും പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും പാകിസ്ഥാനിൽ നിന്നും മാരക പ്രഹരശേഷിയുള്ള AK-47 തോക്കുകൾ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ബംഗ്ലാദേശിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ കൊലപ്പെടുത്തിയതിനെ പിന്തുണച്ച ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിച്ചിരുന്നു. ഈ മതവിഭാഗത്തിൽപ്പെട്ടവരെ അപായപ്പെടുത്തണമെന്ന് ഹിന്ദിയിൽ ആഹ്വാനം ചെയ്യുന്ന വീഡിയോകളും ഇയാൾ പ്രചരിപ്പിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു. മദ്യത്തിന് പേരിടാൻ സർക്കാർ സമ്മാനം പ്രഖ്യാപിച്ചതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി. തൃശൂരിലെ കോൺഗ്രസ് നേതാവ് ജോൺ ഡാനിയലാണ് പരാതി നൽകിയത്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരം സംഭവങ്ങൾ കാരണമാകുന്നുവെന്നും മനുഷ്യന്റെ ആരോഗ്യത്തെയും സാമ്പത്തിക ഘടനയെയും തകർക്കുന്ന ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നുമാണ് പരാതി. മദ്യത്തിന്റെ പരസ്യത്തിന് സമ്മാനം നൽകുന്നത് മദ്യത്തെ മഹത്വവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നും ആരോപണം. വയനാട് കുറുമ്പലക്കോട്ടയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ മർദ്ദനമേറ്റയാൾ മരിച്ചു. കുറുമ്പലക്കോട്ട കരടിക്കുഴി പണിയ ഉന്നതിയിലെ കേശവനാണ് മരിച്ചത്. കേശവന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവായ ജ്യോതിഷാണ് ആക്രമിച്ചത്. മദ്യലഹരിയിൽ ജ്യോതിഷ് പട്ടിക ഉപയോഗിച്ച് കേശവനെ മർദ്ദിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം യുവജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജിനീഷ്. ഡിവൈഎഫ്ഐ നിലപാട് വ്യക്തമാക്കണം. സുതാര്യമായി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നത് പാഴ്വാക്കായി. ബോർഡ് നിയമനങ്ങൾ കൂടി ചേർത്ത് PSC വഴിയുള്ള നിയമനങ്ങൾ സർക്കാർ പെരുപ്പിച്ചു കാണിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഒ ജെ ജിനീഷ് പറഞ്ഞു. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിനിടയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ തീരുമാനം കടുത്ത യുവജന വഞ്ചനയാണ്. DYFI ഉൾപ്പെടെ AYF ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ നിലപാട് എന്ത് എന്ന് ഈ വിഷയത്തിൽ കൃത്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. ഇതെല്ലാം സ്ഥിരപ്പെടുത്തുന്നതോടുകൂടി ഈ സംസ്ഥാനത്തിനകത്ത് സർക്കാരിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഈ സംസ്ഥാനത്തിനകത്ത് സുതാര്യമായ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള അവകാശവാദങ്ങൾ ഇല്ലാതാവുകയാണ്. അതിനെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരും. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ അയ്യപ്പന് തിരുവാതിര അർച്ചന സമർപ്പിച്ച കുഞ്ഞു മാളികപ്പുറങ്ങൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ ജീവകലാ സാംസ്കാരിക കേന്ദ്രത്തിലെ 9 വയസ്സിന് താഴെയുള്ള 11 പെൺകുട്ടികളാണ് സന്നിധാനം നടപ്പന്തലിലെ വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ചത്. കൈകൊട്ടിയും കോൽകെട്ടിയും മൺചിരാതുകൾ ചേർത്തും വ്യത്യസ്തമായ 5 തിരുവാതിര ഇനങ്ങൾ അവതരിപ്പിച്ചു. ഭക്തിസാന്ദ്രമായ സന്നിധാനത്ത് കുട്ടികളുടെ നൃത്താർച്ചന അയ്യപ്പ ഭക്തർക്കും കൗതുക കാഴ്ചയായി. 2017 മുതൽ ജീവകലാ സാംസ്കാരിക കേന്ദ്രം സന്നിധാനത്ത് തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട്. അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ? അമ്പൂസന്തമേറും ഗജവീരൻ കൊമ്പനാനത്തറുമ്പൻ, കൊമ്പനാനത്തറുമ്പൻ. അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ? അമ്പൂസന്തമേറും ഗജവീരൻ കൊമ്പനാനത്തറുമ്പൻ, കൊമ്പനാനത്തറുമ്പൻ. കമ്പമേറ്റുന്നൊരിമ്പം വരുത്തുന്ന കമ്പിടും കൊമ്പുരണ്ടും അമ്മേ ഉയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു, അമ്പെ കൊഴിച്ചിടുന്നു. ശബരിമല സന്നിധാനത്തും പുതുവത്സരാഘോഷം നടന്നു. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കേരള പോലീസ്, ഫയർഫോഴ്സ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, മറ്റ് ജീവനക്കാർ ചേർന്നാണ് പുതുവർഷത്തെ വരവേറ്റത്.
ഹാപ്പി ന്യൂ ഇയർ എന്ന കർപ്പൂരം കൊണ്ട് എഴുതി അഗ്നി പകർന്നാണ് സന്നിധാനത്ത് പുതുവത്സരം ആഘോഷിച്ചത്. ചോക്ക് കൊണ്ട് വരച്ച അക്ഷരങ്ങളിൽ കർപ്പൂരം നിറച്ച കൃത്യം 12 മണിക്ക് ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S. ശ്രീജിത്ത് കർപ്പൂരം കത്തിച്ചു. പുതുവത്സരാശംസ നേർന്നും ശരണം വിളിച്ചും ഭക്തരും ആഘോഷത്തിന്റെ ഭാഗമായി. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,380 രൂപ, പവന് 99,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,275 രൂപ, പവന് 82,200 രൂപ. വെള്ളി ഗ്രാമിന് 243 രൂപ, കിലോ 2,43,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ആരോപണം. ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത 2 പേർ മരിച്ചു. കായംകുളം പുതുക്കാട് സ്വദേശി മജീദ്, ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. മരണകാരണം അണുബാധയേറ്റത് മൂലമാണെന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. 30-നാണ് മജീദ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് രാമചന്ദ്രൻ മരിച്ചത്. ഡയാലിസിസിനിടെ വിറയലും ഛർദിയും അനുഭവപ്പെട്ട 2 രോഗികൾ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിന് പിന്നാലെ ഡയാലിസിസ് സെന്റർ താൽക്കാലികമായി അടച്ചു. രമേശ് ചെന്നിത്തല MLA-യുടെ പരാതിയെ തുടർന്ന് സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. അതേസമയം വൃത്തിഹീനമായ പശ്ചാത്തലമായിരുന്നു ഡയാലിസിസ് സെന്ററിനുള്ളിൽ ഉണ്ടായിരുന്നതെന്നും ഡോക്ടർമാർ കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നും മരിച്ച രാമചന്ദ്രന്റെ ഭാര്യ അംബിക ആരോപിച്ചു. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത രോഗികൾ മരിച്ചുവെന്ന ആരോപണം ഗൗരവതരമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ആരോഗ്യ രംഗത്തിന്റെ കൃത്യമായിട്ടുള്ള മറ്റൊരു കാരണം കൂടിയാണ് ഹരിപ്പാട് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. അവരുടെ ഡയാലിസിസ് നിർത്തിവെക്കണമെന്ന് 3 ജീവനുകളാണ് കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ പിരിവുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സർക്കാർ ആശുപത്രികളിലും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടവേള. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. 1ാം സമ്മാനം 20 കോടി രൂപ, 2ാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക്, 3ാം സമ്മാനം 10 ലക്ഷം വീതം 20 പേർക്ക്, 4ാം സമ്മാനം 3 ലക്ഷം വീതം 20 പേർക്ക്, 5ാം സമ്മാനം 2 ലക്ഷം വീതം 20 പേർക്ക്, കൂടാതെ നിരവധി സമ്മാനങ്ങളും. ടിക്കറ്റ് വില 400 രൂപ. നറുക്കെടുപ്പ് 2026 ജനുവരി 24 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. അനശ്വര ജുവലേഴ്സ്, the queen of lightweights.
Adur, Kochi and Kollam. Kairali Agriculture Multi-State Cooperative Society Limited. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Zep Solar Care Energy Partner. Curix Google TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. Most trusted brand, Herocraft. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Aquila Finance, the legacy of trusted service since 1995. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Make this a solar-powered Christmas with a light pudding cakes. കേരളത്തിന് എയിംസ് ഉറപ്പായും ലഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വലിയൊരു പദ്ധതി കേരളത്തിന് വേണ്ടി അനുവദിക്കുമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പുതിയ പുതിയ നിശ്ചയങ്ങളെടുത്ത് രാജ്യം വഴി ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കുവാനും വിജയം മാത്രം ലഭിക്കുവാനുള്ള ഒരു അവസ്ഥയുണ്ടാകേണ്ട ഒരു പ്രോജക്റ്റ് പറഞ്ഞാൽ ഇല്ലാതാക്കിയത് അറിയാമല്ലോ. അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാജി തന്നിട്ടുണ്ട്. അതിനൊരു സ്ഥലം തരുമെന്നോ ഞാൻ കാണില്ലേ കേരളത്തിൽ എയിംസ് വന്നിരിക്കും. ഓർഗാനിക് ആയിട്ട് വരുന്നത് തന്നെ. അത് ആരുടെയും കഴിവും മികവും ഓർഗാനിക് ആയിട്ട് തന്നെ കേരളത്തിലേക്ക് എയിംസ് വരും. അതിനകത്ത് 2015 മുതലുള്ള നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കേരളത്തിനാണ് ലഭിക്കുന്നത്. തൃശൂർ മറ്റത്തൂരിലെ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയ സംഘടനകളുമായുള്ള ഒരു ബന്ധവും പാർട്ടിക്ക് ഉണ്ടാകില്ല. KPCC ആയാലും DCC ആയാലും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉണ്ടാകൂ. പാർട്ടിയുടെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. പാർട്ടിക്ക് വ്യക്തമായ നിലപാട് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് ഒന്നേ ഉണ്ടാവുള്ളൂ. ഒരു KPCC DCC ആയാലും പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിൽ സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്ക്. സംസ്ഥാന പോലീസ് സേനയിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നു. അതിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ പുതിയ വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പുതുതായി വാങ്ങിയ 172 ബൊലേറോ ജീപ്പുകളാണ് സേനയുടെ ഭാഗമായത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ, കൺട്രോൾ റൂമുകൾ, സ്പെഷ്യൽ യൂണിറ്റ് DYSPമാരുടെ ഓഫീസുകൾ, ബറ്റാലിയനുകൾ എന്നീ വിഭാഗങ്ങളുടെ ആവശ്യത്തിനായാണ് പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. സൗമൻ സെൻ ചീഫ് ജസ്റ്റിസ് ആകും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെൻ അധികാരമേൽക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലഭിക്കുന്നത്. കൊളീജിയം ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു. കേന്ദ്രം ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു കേന്ദ്രം എന്നുള്ളതാണ്. സൗമൻ സെൻ നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെൻ അധികാരമേൽക്കുമെന്നുള്ള വാർത്ത ലഭിക്കുന്നു. കൊളീജിയം ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു കേന്ദ്രം. ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് സൗമൻ സെൻ. അധികാര മാറ്റം, ജുഡീഷ്യൽ തലത്തിലൊരു അധികാര മാറ്റം വരുന്നു. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി സൗമൻ സെൻ അധികാരമേൽക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൊളീജിയം ശുപാർശ അംഗീകരിച്ചതിന് പിന്നാലെ കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. നിലവിൽ മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് സൗമൻ സെൻ.
രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഈ മാസം പ്രധാനമന്ത്രി നിർവഹിക്കും. ഗുവാഹട്ടി കൊൽക്കത്ത റൂട്ടിലായിരിക്കും രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുക. 2 ട്രെയിനുകൾ കൂടി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. അതേസമയം കേരളത്തിലേക്ക് സ്ലീപ്പർ ട്രെയിൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. 16 കോച്ചുകളാണ് ട്രെയിനിലുണ്ടാവുക. 11 3 ടയർ AC കോച്ചുകൾ, 4 2 ടയർ AC കോച്ചുകൾ, ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ച് എന്നിവയും ഉണ്ടാകും. एयरलाइन से सब्सटैंशियली कम होना चाहिए. तो गुवाहाटी हावड़ा का माने गुवाहाटी कोलकाता का जनरली एयरलाइन का फेयर होता है 6 to 8,000 रुपीज़ के आसपास का होता है. 6,000 to 8,000 10,000 भी पहुंचता है. जो ट्रेन गुवाहाटी से आएगी उसमें एसएमईज फूड होगा और जो ट्रेन कोलकाता से निकलेगी उसमें बंगला फूड होगा. जो ट्रेन आसाम से निकलेगी उसमें आसाम का खाना होगा और जो ट्रेन कोलकाता से निकलेगी उसमें बंगाल का खाना होगा. और आज आपके साथ में जो भोजन है वो भी एसमीज और बंगला भोजन है. സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് കൂടിയത്. ഇതോടെ ഗ്രാമിന് 12,380 രൂപയും പവന് 99,040 രൂപയുമായി. തുടർച്ചയായ 3 ദിവസം 5,520 രൂപ കുറഞ്ഞ ശേഷമാണ് പുതുവത്സര ദിനത്തിൽ സ്വർണ്ണവില വീണ്ടും കൂടിയത്. പവന് 1,04,440 രൂപ എന്ന റെക്കോർഡ് വിലയിലെത്തിയ ശേഷമാണ് വില കുറഞ്ഞത്. പുതുവർഷത്തിൽ രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 111 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. അന്താരാഷ്ട്ര വിപണിയിലെ ഇന്ധന വിലയിലെ മാറ്റങ്ങൾ പരിഗണിച്ചാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വില പുതുക്കി നിശ്ചയിച്ചത്. കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടർ വില ഏകദേശം 1,698 രൂപയിലെത്തി. തിരുവനന്തപുരത്ത് 1,719 രൂപയും കോഴിക്കോട് 1,730 രൂപയുമാണ് പുതിയ വില. തലസ്ഥാനമായ ദില്ലിയിൽ 1,580 രൂപ 50 പൈസയായിരുന്ന സിലിണ്ടർ വില 1,691 രൂപ 50 പൈസയായി ഉയർന്നു. മുംബൈയിൽ 1,642 രൂപ 50 പൈസയും കൊൽക്കത്തയിൽ 1,795 രൂപയുമാണ് പുതിയ നിരക്ക്. ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ ചെന്നൈയിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,849 രൂപ 50 പൈസയാണ് ചെന്നൈയിൽ ഒരു സിലിണ്ടറിന്റെ പുതിയ വില. എന്നാൽ വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. കോട്ടയത്ത് ട്രെയിനിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച യാത്രക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട മലബാർ എക്സ്പ്രസിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. പത്തനംതിട്ട കൊടുമൺ സ്വദേശി അനിൽകുമാറാണ് കൊല്ലം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയത്. മദ്യലഹരിയിൽ കമ്പാർട്ട്മെന്റിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് പോലീസുകാരൻ പിടിച്ചു മാറ്റാനായി എത്തിയത്. തുടർന്ന് അരയിൽ തിരികെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് ഗുരുതരമല്ല. ഈ പ്രതി അനിൽകുമാർ കൊലപാതക കേസിലെ പ്രതി കൂടിയാണ്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് റെയിൽവേ പോലീസ്. പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് കേസിലെ പ്രതി. പുകവലിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ വാതിലിൽ ഇരുന്ന ശ്രീകുട്ടിയെ പ്രതി സുരേഷ് ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും തള്ളിയിടാൻ ശ്രമിച്ചു. സുരേഷ് കുമാർ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് അമിതമായി മദ്യപിച്ചിരുന്നു എന്നതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിരുന്നു. ശ്രീകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൃശൂർ വരടിയത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് 1 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഇരവിമംഗലം നടുവിൽ പറമ്പിൽ റിൻസന്റെ മകൾ എമീലിയയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വരടിയത്ത് വെച്ച് എമീലിയ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ മൺകൂനയിൽ തട്ടി മറിയുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായി സ്ഥാനമേറ്റ VV രാജേഷിന് പ്രധാനമന്ത്രിയുടെ അനുമോദന കത്ത്. തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് മേയറെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സുവർണ ലിപികളിൽ എഴുതിയ ചരിത്ര നേട്ടമാണ് തിരുവനന്തപുരത്തുണ്ടായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത തിരുവനന്തപുരം എന്ന NDA ആശയം ജനങ്ങൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ വിജയമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ അനുമോദന കത്ത് പുതുവത്സര സമ്മാനമാണെന്ന് VV രാജേഷ് പറഞ്ഞു. മോദിജിയുടെ ഈ സഹായ വാഗ്ദാനം ലഭിച്ചതിലൂടെ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് വലിയ പ്രതീക്ഷയാണ് കൈവന്നിട്ടുള്ളത്.
കഴിഞ്ഞ നീണ്ട നാളുകളായുള്ള കേരളത്തിലെ BJP പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു നൽകുന്ന സ്നേഹവും കരുതലും ഈ സംസ്ഥാനത്തിനുള്ള അംഗീകാരം കൂടിയാണ്. എക്കാലത്തും കേരളം പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര BJPയോടുമുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ഹൃദയത്തിൽ സൂക്ഷിക്കും. മോദിജിക്ക് തിരുവനന്തപുരത്തിൻ്റെ നന്ദി, രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ച് മരിച്ചവരുടെ എണ്ണം 13ആയി. 8 നവജാത ശിശുക്കളുടെ നില ഗുരുതരമായി തുടരുകയാണ്. 169-ലധികം പേർ ചികിത്സയിലാണ്. പൈപ്പ് ലൈൻ വഴിയുള്ള വെള്ളത്തിലാണ് മാലിന്യം കലർന്നത്. നഗരസഭ വിതരണം ചെയ്ത വെള്ളത്തിൽ രുചിവ്യത്യാസവും ഗന്ധവും ഉണ്ടായിരുന്നതായി താമസക്കാർ ആരോപിച്ചു. സംഭവത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതേസമയം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും ചികിത്സയിലുള്ളവരുടെ ചെലവുകൾ വഹിക്കുമെന്നും മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് അധിക എക്സൈസ് തീരുവയും പാൻ മസാലയ്ക്ക് പുതിയ സെസ്സും ചുമത്തുമെന്ന വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. പാൻ മസാല, സിഗരറ്റ്, പുകയില തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 40%, ബീഡിക്ക് 18% GST ഈടാക്കുമെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. പാൻ മസാലയ്ക്ക് ആരോഗ്യ ദേശീയ സുരക്ഷാ സെസ്സും ചുമത്തും. പുകയിലയ്ക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും അധിക എക്സൈസ് തീരുവയും ഉണ്ടാകും. ച്യൂയിങ് ടൊബാക്കോ, ജർദ, സുഗന്ധമുള്ള പുകയില, ഗുഡ്ക പാക്കിംഗ് മെഷീനുകൾ എന്നിവയ്ക്കും അധിക നികുതിയുണ്ട്. പാൻ മസാല നിർമ്മാണത്തിന് പുതിയ ആരോഗ്യ ദേശീയ സുരക്ഷാ സെസ്സും പുകയിലയുടെ എക്സൈസ് തീരുവയും ചുമത്താൻ അനുവദിക്കുന്ന 2 ബില്ലുകൾ ഡിസംബറിൽ പാർലമെന്റ് അംഗീകരിച്ചിരുന്നു. ബംഗാളിലെ പർഗനാസിൽ സ്ത്രീകൾക്ക് മർദ്ദനം. തർക്കഭൂമിയിൽ നിന്ന് മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സ്ത്രീകളെ മർദ്ദിച്ചതെന്നാണ് വിവരം. മണ്ണെടുപ്പ് തടയാൻ ശ്രമിക്കുന്നതിനിടെ മുളയുടെ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ മർദ്ദനമേറ്റ സ്ത്രീകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സ്ത്രീകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മമതാ സർക്കാരിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് BJP. സ്ത്രീ സുരക്ഷയിൽ തൃണമൂൽ സർക്കാർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. മാൻഹട്ടനിലെ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനിൽ നടന്ന ചരിത്രപ്രസിദ്ധമായ ചടങ്ങിൽ ന്യൂയോർക്ക് നഗരത്തിൻ്റെ പുതിയ മേയറായി സൊഹ്റാൻ മംദാനി അധികാരമേറ്റു. ന്യൂയോർക്ക് സിറ്റി അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അമേരിക്കയിൽ പുതുവർഷം പിറന്ന മിനിറ്റുകൾക്കുള്ളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. കാലങ്ങളായി അടഞ്ഞുകിടക്കുന്ന സബ്വേ സ്റ്റേഷനിൽ 2 ഖുറാനുകളിൽ കൈവച്ചാണ് മംദാനി സത്യപ്രതിജ്ഞ ചെയ്തത്. വളരെ കുറച്ചുപേർ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങായിരുന്നു ഇത്. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയറായാണ് സൊഹ്റാൻ മംദാനി ചുമതലയേറ്റത്. I, Zohran Kwame Mamdani, do solemnly swear that I will support the Constitution of the United States and the Charter of the City of New York, and that I will faithfully discharge the duties of the Mayor of the City of New York according to the best of my ability. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വടക്കൻ റഷ്യയിലെ നോവ്ഗൊറോഡിലെ വസതിയിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിനിടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് റഷ്യ. തകർന്നു കിടക്കുന്ന ഡ്രോണിൻ്റെ ദൃശ്യങ്ങളാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത്. 91 ഡ്രോണുകൾ പുടിൻ്റെ വസതി ലക്ഷ്യമിട്ട് യുക്രൈൻ അയച്ചെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവിൻ്റെ ആരോപണം. എല്ലാ ഡ്രോണുകളും റഷ്യ തകർത്തെന്നും ലാവ്റോവ് പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സമാധാന ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണ ആരോപണം റഷ്യ ഉയർത്തിയത്. തൃശൂർ പുതുരുത്തി അഴിമുഖം തോട് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ കോലം ചെങ്ങാടത്തിൽ കെട്ടി തോട്ടിലൊഴുക്കി പ്രതീകാത്മക സമരം നടത്തി കോൺഗ്രസ്. ഇടതുഭരണം നാടിനെ ദുരിതത്തിലാഴ്ത്തിയതിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. വാഴപ്പിണ്ടി മുറിച്ചെടുത്ത് ചങ്ങാടമൊരുക്കി മുഖ്യമന്ത്രിയുടെ കോലം അതിൽ വെച്ച് കെട്ടിയാണ് തോട്ടിൽ ഒഴുക്കിവിട്ടത്. പ്രതീകാത്മക സമരത്തിന് ശേഷം വാഴപ്പിണ്ടി ചങ്ങാടവും മറ്റും തോട്ടിൽ നിന്നും നീക്കം ചെയ്താണ് കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങിയത്. കഴിഞ്ഞ 10 കൊല്ലത്തെ LDF സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ പിണറായി വിജയൻ്റെ കോലം തോട്ടിൽ ഒഴുക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. ഈ സമസ്ത മേഖലകളിലും അഴിമതിയും വിലക്കയറ്റവും കൊണ്ട് ജനം പൊറുതിമുട്ടി. ഈ പുതുവർഷത്തിൽ ഈ LDF സർക്കാരിനെ ഈ ജനം പിന്തള്ളുന്നുള്ള കാര്യം ഉറപ്പാണ്.
തിരുവനന്തപുരം മണ്ണാങ്കോണത്ത് നടു റോഡിൽ പോലീസുകാരൻ്റെ പരാക്രമം. പോലീസുകാരൻ മദ്യപിച്ച റോഡിൽ തടസ്സമുണ്ടാക്കുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. മരുതങ്കോട് സ്വദേശി സുരേഷ് കുമാറാണ് അതിക്രമം നടത്തിയത്. തിരുവനന്തപുരം സിറ്റി AR ക്യാമ്പിലെ ASI ആണ് സുരേഷ് കുമാർ. കഴിഞ്ഞ 29-ന് രാത്രിയായിരുന്നു സംഭവം. പോലീസ് എത്തുമ്പോൾ ഇയാളുടെ മുഖം മുറിഞ്ഞ് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലായിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സുരേഷ്. തൃശൂർ ആമ്പല്ലൂരിൽ ദേശീയപാതയോരത്ത് ആക്രി ശേഖരിക്കാനെത്തിയ ആളുടെ ദേഹത്ത് കോൺക്രീറ്റ് സ്ലാബ് വീണ് ഗുരുതര പരിക്കേറ്റു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹസിം ഷെയ്ഖിനാണ് പരിക്കേറ്റത്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട പഴയ സ്ലാബുകളിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. സമീപത്തുണ്ടായിരുന്ന വലിയ സ്ലാബ് ഇയാളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. സ്ലാബിനടിയിൽ കുടുങ്ങിയ ഇയാളെ ക്രെയിൻ എത്തിച്ച് സ്ലാബ് മാറ്റിയാണ് പുറത്തെടുത്തത്. തുടർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. കൊല്ലം അയത്തിൽ ഉയരപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ സ്ലാബ് റോഡിലേക്ക് പതിച്ചു. 30 അടി മുകളിൽ നിന്നും 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സ്ലാബാണ് റോഡിലേക്ക് വീണത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. രാത്രിയായതിനാലും വാഹനങ്ങളുടെ തിരക്ക് കുറവായിരുന്നതിനാലും അപകടം ഒഴിവായി. സംഭവത്തിന് പിന്നാലെ ക്രെയിനും മറ്റ് സംവിധാനങ്ങളും സ്ഥലത്തെത്തി സ്ലാബ് മാറ്റി. കോഴിക്കോട് വടകരയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്ക്. സ്കൂട്ടറിൽ കൊണ്ടുപോവുകയായിരുന്ന പടക്കമാണ് പൊട്ടിത്തെറിച്ചത്. അപകടത്തിൽ ഷൈജു, അശ്വന്ത് എന്നീ യുവാക്കൾക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് താമരശ്ശേരിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ഏലോക്കരയിലെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ ആളപായമില്ല. തീപിടുത്തത്തിൽ 3 നില കെട്ടിടവും പിക്കപ്പ് വാനും പൂർണ്ണമായും കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മലപ്പുറം നിലമ്പൂരിലെ മുസ്വല്ല റെസ്റ്റോറൻറ്റിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. റെസ്റ്റോറൻറ്റിലെ അടുക്കള ഭാഗത്തെ കുഴലിലാണ് തീപിടിച്ചതെന്നാണ് വിവരം. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ വലിയ ദുരന്തമൊഴിവായി. അപകടത്തിൽ ആളപായമോ വലിയ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. മലപ്പുറം ചെമ്മാടിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രക്കാരൻ മരിച്ചു. ചെനക്കലങ്ങാടി സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമിത വേഗതയിലെത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. ഇടുക്കി കരിങ്കുന്നത്ത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 12 പേർക്ക് പരിക്കേറ്റു. തൃശ്ശൂരിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ 5:30ഓടെയായിരുന്നു അപകടം. തൊടുപുഴ പാലാ റൂട്ടിൽ പ്ലാന്റേഷൻ ഭാഗത്തെ വളവിൽ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. മലപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിഞ്ഞു. നടുവത്ത് നിന്നും കാപ്പിൽ പോകുന്ന റോഡിലാണ് അപകടമുണ്ടായത്. ഇറക്കമിറങ്ങുമ്പോൾ കാർ നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാറിൽ 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ എയർ ബാഗ് ഓപ്പൺ ആയതിനാൽ പരിക്കുകളൊന്നുമില്ലാതെ യാത്രക്കാർ രക്ഷപ്പെട്ടു. ഇടുക്കി മറയൂരിൽ റോഡിലിറങ്ങിയ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. മറയൂരിലെ ചിന്നാർ റോഡിൽ രാവിലെ 7 മണിയോടെയാണ് സംഭവം. റോഡിലിറങ്ങിയ വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന വിനോദസഞ്ചാരികളുടെ ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടയുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷമാണ് കൊമ്പൻ റോഡിൽ നിന്ന് മാറിയത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയ്ക്ക് കർണാടക ഉള്ളാളിൽ തുടക്കമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെന്ററിനറുടെ ഭാഗമായി നടക്കുന്ന കേരള യാത്ര കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് നയിക്കുന്നത്. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി, പേരോട് അബ്ദുറഹിമാൻ സഖാഫി എന്നിവരാണ് ഉപനായകർ. സമസ്തയുടെയും പോഷക സംഘടനകളുടെ ഭാരവാഹികളും യാത്രയുടെ ഭാഗമാകും. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശമുയർത്തിയാണ് യാത്ര. കർണാടക സ്പീക്കർ UT ഖാദർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാരും ഉപാധ്യക്ഷൻ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾക്കും പോലും ജാഥ നായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറി.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിനുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. വളാഞ്ചേരിയിൽ ഫെബ്രുവരി 2-നാണ് സമ്മേളനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു. എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ചെയർമാനും വി മുസ്തഫ ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനത്തും ദേവൽ സംഘടന TCO സംഘടനയുണ്ട്. നമ്മുടെ കേബിൾ TV നിരക്കും അവിടെ നിരക്കും നോക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ഡെന്ന് പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് അത് മറ്റ് കോർപ്പറേറ്റുകളിൽ നിന്ന് നമ്മുടെ സംവിധാനത്തിലേക്ക് ചേക്കേറുന്ന കാരണം എന്താ? ഈ ഒരു പ്രസ്ഥാനം കൊണ്ടാണ്. ഈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ നാളെ ഈ പറയുന്ന രീതിയിൽ 300, 350 അല്ലെങ്കിൽ ആ രീതിയിൽ കോർപ്പറേറ്റുകൾക്ക് നിരങ്ങാനുള്ള മേയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതി ഫ്ളാറ്റിൽ ജീവനൊടുക്കി. കാക്കൂർ സ്വദേശിനിയായ ഹസ്നയാണ് ജീവനൊടുക്കിയത്. 8 മാസത്തോളമായി കൈതപ്പൊയിലെ ഹൈസൺ അപ്പാർട്ട്മെന്റിൽ ആദിൽ എന്ന യുവാവിനൊപ്പം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഹസ്ന. പുതുപ്പാടി സ്വദേശിയാണ് ആദിൽ. മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. മരിച്ച ഹസ്ന വിവാഹമോചിതയാണ്. ആദിലുമായി വിവാഹം കഴിച്ചിട്ടുമില്ല. ഹസ്നയുടെ ആദ്യ ബന്ധത്തിലെ 3 മക്കളിൽ മൂത്ത മകൻ മാത്രമേ ഇപ്പോൾ ഹസ്നയുടെ കൂടെ താമസിക്കുന്നുള്ളൂ. മറ്റ് 2 മക്കളെയും മുൻ ഭർത്താവ് കാണിച്ചു കൊടുക്കാത്തതിലും മറ്റും ഹസ്നയ്ക്ക് മനോവിഷമം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അതിലും വിവാഹമോചിതനാണ്. ഇയാൾക്ക് മയക്കുമരുന്ന് വിതരണ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണമുണ്ട്. ഹസ്നയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം കണിയാപുരത്ത് വൻ ലഹരിവേട്ട. 2 ഡോക്ടർമാരടക്കം 7 പേർ പിടിയിൽ. പിടിയിലായവരിൽ BDS വിദ്യാർത്ഥിനിയും. തിരുവനന്തപുരം സ്വദേശികളായ അസിം, അജിത്, വിഘ്നേഷ്, അൻസിയ, കൊല്ലം സ്വദേശികളായ അവിനാശ്, ഹലീന, ഹരീഷ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 4 ഗ്രാം MDMA-യും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവും പിടികൂടി. കടിയാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘം സംയുക്തമായി ഇവരെ പിടികൂടിയത്. ഇതിൽ അസീം, അജിത്, അൻസിയ എന്നിവർ നിരവധി ലഹരി കേസുകളിൽ പ്രതികളാണ്. 2 കാറുകളും 2 ബൈക്കുകളും 10 മൊബൈലുകളും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. തൃശൂർ കാഞ്ഞാണി സെൻട്രലിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. വീതി കുറഞ്ഞ കാഞ്ഞാണി സെൻട്രലിൽ നിന്ന് അന്തിക്കാട്, വാടാനപ്പള്ളി, ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് പോകുന്നത്. ഗതാഗത കുരുക്ക് രൂക്ഷമായ ഇവിടെ പലപ്പോഴും ട്രാഫിക് പോലീസും ഉണ്ടാകാറില്ല. കഴിഞ്ഞ ദിവസവും കാർ കടയുടെ ഷട്ടറിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിച്ചിരുന്നു. അപകടങ്ങൾ പതിവാകുന്നത് യാത്രക്കാരിൽ ആശങ്കയുയർത്തുന്നുണ്ട്. കാഞ്ഞാണിയിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിൽ 8 പോസ്റ്റ് പ്രവർത്തനം തുടങ്ങുമെന്ന് അന്തിക്കാട് പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അത് നടപ്പിലായിട്ടില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആറന്മുള നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മെഡിസെപ്പ് പ്രീമിയം തുക വർധനവ് പിൻവലിക്കുക, 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, പ്രഖ്യാപിച്ച ക്ഷമാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ധർണ KPCC ജനറൽ സെക്രട്ടറി P. മോഹൻ രാജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്കിന്റെ ആസ്ഥാനം കോഴഞ്ചേരിയിൽ എത്തിക്കുക എന്നതാണ് പുതിയ പഞ്ചായത്ത് സമിതിയുടെ തീരുമാനമെന്ന് പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവയുടെ അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ആണ് ഭരണസമിതിയുടെ തീരുമാനം. സംസ്ഥാനം ഉറ്റുനോക്കിയ സെമി ഫൈനൽ മത്സരം കഴിഞ്ഞു. ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അധികാരമേറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 2026 ജനുവരി 1-ന് പുതുവത്സര ആശംസകളോടുകൂടിയാണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനം അതിൻ്റെ പുതിയ ഭരണസമിതി യോഗം ചേർന്ന് മുന്നോട്ട് പോകുന്നത്. നഗരസഭയ്ക്ക് വേണ്ട എല്ലാ വികസന സാധ്യതകളുമുള്ള ഒരു പഞ്ചായത്താണ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഉൾപ്പെടെ ശബരിമല തിരുവാഭരണപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കൂടിയാണ്. ഇതിൻ്റെ ഒട്ടേറെ വികസന സാധ്യതകൾ നമ്മളുള്ളപ്പോൾ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോമൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോമന് എന്തൊക്കെയാണ് വികസന സാധ്യതകൾ? ഞങ്ങള് ഇന്ന് പുതുവത്സരവുമായിട്ട് രാവിലെ 7:30 കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രയാസം അനുഭവിക്കുന്ന രോഗികളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും
അവർക്കൊരു കൈത്താങ്ങ് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. കോഴഞ്ചേരിയുടെ വികസനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. വളരെ നാളത്തെ പ്രതീക്ഷയാണ് കോഴഞ്ചേരിക്ക് ഒരു താലൂക്ക് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ താലൂക്കിന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലാണ്. കോഴഞ്ചേരിക്കാര് പഴയ ഞങ്ങളുടെ മുൻ തലമുറകൾ നിരവധി സമരപരിപാടികൾ നടത്തിയാണ് താലൂക്ക് പ്രഖ്യാപനം ഉണ്ടായത്. കോഴഞ്ചേരിയിൽ താലൂക്കിന് പേര് ഉണ്ടെങ്കിലും ആസ്ഥാനം പത്തനംതിട്ടയിലായതിൻ്റെ ഒരു പ്രയാസമാണ്. ഞങ്ങൾക്ക് ആ ആസ്ഥാനം കോഴഞ്ചേരിയിൽ കിട്ടണം. അതിനു വേണ്ട സ്ഥലം ഉൾപ്പെടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാണ്. പക്ഷെ സർക്കാരിന്റെ ഇറിഗേഷന്റെ കീഴിൽ കിടക്കുന്ന സ്ഥലവും നിർമ്മിതി കേന്ദ്രം ഇരിക്കുന്ന സ്ഥലവും ഒക്കെ മല്ലപ്പുഴശ്ശേരി കോഴഞ്ചേരി പഞ്ചായത്തിന്റെ സൈഡിലാണ് നിർമ്മിതി കേന്ദ്രം. അവിടെ ആ വസ്തു ഉപയോഗിക്കാം. കോഴഞ്ചേരി ടൗണിൽ കോഴഞ്ചേരി തെക്കേമലയിലുള്ള 75 സെന്റ് സ്ഥലം ഇറിഗേഷന്റെ അതുണ്ട്, അത് ഉപയോഗിക്കാം. ഇതൊക്കെ സിവിൽ സ്റ്റേഷൻ പണിഞ്ഞ് അവിടെ താലൂക്ക് ആസ്ഥാനമാക്കുവാൻ സാധിക്കും. അപ്പൊ ഇതിനൊക്കെ അതിന്റെ പുറകെയൊക്കെ പോകുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അടിയന്തരമായി താലൂക്കിന്റെ പ്രവർത്തനം തുടങ്ങുവാനും വേണ്ടി അതിന്റെ പേപ്പർ വർക്കുകൾ നടത്തി പഞ്ചായത്തിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കി, അതായത് കോൺഗ്രസിന് ഭരണം ലഭിച്ച മല്ലപ്പുഴശ്ശേരി, തോട്ടപ്പുഴശ്ശേരി, എലന്തൂര് എല്ലാ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാരും കൂട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരി ഡിവിഷനിൽ ജയിച്ച അനീഷ് ഒരിക്കണ്ണാമലയാണ്. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. എല്ലാവരും ഒരുമിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കി സർക്കാരിൽ കൊടുക്കുകയാണ് ഉടനെ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് കോഴഞ്ചേരി താലൂക്കിന്റെ ആസ്ഥാനം കോഴഞ്ചേരിയിൽ എത്തണം. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ, കോഴഞ്ചേരിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു നഗരസഭയ്ക്ക് വേണ്ട എല്ലാ വികസന സാധ്യതകളും ഉണ്ട്. അത് തന്നെ നഗരസഭയ്ക്ക് വേണ്ട, അതായത് എ ഗ്രേഡ് പഞ്ചായത്താണ് കോഴഞ്ചേരി. ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ താമസിക്കുന്ന വിദേശ മലയാളികളുണ്ട്, കോർപ്പറേറ്റുകളുണ്ട്. ഇപ്പം കോഴഞ്ചേരി പാലം കഴിഞ്ഞാൽ വിസ്തീർണത്തിൽ ചെറുതാണ്, 8.5 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കോഴഞ്ചേരി പാലം അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാരാമൺ കൺവെൻഷന്, പിന്നെ ചെറുകോൽപ്പുഴ കൺവെൻഷന്, അങ്ങനെ കോഴഞ്ചേരിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി, തൊട്ടടുത്ത പഞ്ചായത്ത് ആറന്മുള വള്ളംകളി, ഈ പറഞ്ഞ പോലെ ആറന്മുള അമ്പലം ഇങ്ങനെ വന്ന് ശബരിമല പാത കൃത്യമായി പോകുന്നത് കോഴഞ്ചേരിക്ക് അകത്തുകൂടാണ്. അപ്പൊ ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം കോഴഞ്ചേരി പഞ്ചായത്തിനാണ്. കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം ശബരിമല തിരുവാഭരണം പോകുന്നതിന് മുമ്പേ അവിടെ വേണ്ട വൈദ്യുതി പരിപാടികൾ എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളത്തിനുള്ള പരിപാടികളെല്ലാം നമ്മൾ ക്രമീകരിക്കുന്നു. കൺവെൻഷന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. പക്ഷെ എന്നാലും ഒരു വരുമാനം പഞ്ചായത്തിന് കിട്ടി, ആ വരുമാനത്തിന്റെ ഒരു റിട്ടേൺ ജനങ്ങളിൽ ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. ആ ആശയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പദ്ധതി, നബാർഡിൽ നിന്ന് ഏകദേശം 25 കോടി രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏകദേശം അദ്ദേഹം 6 മാസമേ ഇരുന്നുള്ളൂ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, അവര് നീക്കിയ ഒരു ഫയൽ ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് ഉള്ള സ്ഥലം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ആ സ്ഥലത്ത് 25 കോടിയുടെ ഒരു ആധുനിക മാർക്കറ്റ് സമുച്ചയം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അത് ചെയ്താലുള്ള ഒരു ഗുണം, കുറഞ്ഞ ഒരു മാസം ഏകദേശം 75 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ ഒരു വരുമാനം മാസത്തിൽ കോഴഞ്ചേരി പഞ്ചായത്തിന് ലഭിക്കും. ആ വരുമാനം ഇവിടുത്തെ ജനങ്ങൾക്ക്, കോഴഞ്ചേരിയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമാകും. അതുമാത്രമല്ല അവിടെ 10-30 പേർക്ക് ജോലി ലഭിക്കും. അങ്ങനെ കോഴഞ്ചേരിയുടെ ഒരു വികസനം, കോഴഞ്ചേരിയും ചുറ്റുപാടും ഒക്കെ, അതായത് കോഴഞ്ചേരി വികസിച്ചാൽ ഈ പത്തനംതിട്ട ജില്ലയുടെ നടുക്ക് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. മല്ലപ്പുഴശ്ശേരിക്കും തോട്ടപ്പുഴശ്ശേരിക്കും ചെറുകോലിനും നാരങ്ങാനത്തും എല്ലാം പ്രയോജനമാകും കോഴഞ്ചേരി വികസിച്ചാൽ. എല്ലാവരും വണ്ടി കയറി പോകാൻ വരുന്നതും കാര്യങ്ങൾക്ക് വരുന്നതും എല്ലാം കോഴഞ്ചേരി ടൗണിലാണ്. അപ്പോൾ ആ ഒരു പദ്ധതി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൂടാതെ സ്റ്റേഡിയത്തിന് കിഴക്കുവശത്തുള്ള നിലം, ആ നിലം ഏറ്റെടുത്ത് കുട്ടികളുടെ പാർക്ക്, കളിസ്ഥലം ഇത് ചെയ്യുവാൻ വേണ്ടി മുൻപിരുന്ന പഞ്ചായത്ത് ഭരണസമിതി ഏകദേശം 20 വർഷം മുമ്പാണെന്ന്, 20-25 വർഷം മുമ്പ് 7.25 ലക്ഷം രൂപ റവന്യൂവിൽ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ തുടർ നടപടികൾ നടക്കാഞ്ഞ സാഹചര്യത്തിൽ അതിങ്ങനെ മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെയുള്ള നടപടികളിലേക്ക് ഞാൻ ഇന്നലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉദ്യോഗസ്ഥരെയും വിളിച്ചതിന് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു പ്രയാസം വന്നത്, ഇവിടുത്തെ സർക്കാർ, അതായത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് പേപ്പർ ആധാരങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് ഓഫീസിലില്ല, കോഴഞ്ചേരി ചന്തയ്ക്കില്ല, വണ്ടിപ്പേട്ടയ്ക്കില്ല, ഈ പറഞ്ഞ പഞ്ചായത്ത് സ്റ്റേഡിയത്തിനില്ല, നിരവധി സ്ഥാപനങ്ങളായ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കില്ല. ഇപ്പൊ എൻ്റെ ആദ്യത്തെ ഉദ്യമം
ഇതിനെല്ലാം രേഖകൾ കണ്ടെത്തുക, ആധാരങ്ങൾ കണ്ടെത്തുക. അതും ഇന്നലെ സെക്രട്ടറി ആൻഡ് JS വിളിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി അതിന് പേപ്പറുകൾ റെഡിയാക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പഞ്ചായത്ത് സ്റ്റേഡിയം ഇപ്പോഴും നിലം എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അത് തരം മാറ്റാൻ വേണ്ട നടപടികൾക്ക് നമ്മളെ നിർദ്ദേശം കൊടുത്ത് എളുപ്പമായിട്ട് അത് തന്നെ ആ സ്റ്റേഡിയം തന്നെ വിപുലീകരിച്ചാൽ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ് ഉണ്ടാകുന്നതാണ്. കാരണം സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇത്രയും വിസ്തൃതമുള്ള ഒരു സ്റ്റേഡിയം ഇല്ല. അല്ല, അത് ഇതിൻ്റെ അവിടുത്തെ ഒരു പ്രയാസം വന്നത്, ആ സ്റ്റേഡിയം എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഈ മാലിന്യ പ്ലാന്റ് വന്നത്. മാലിന്യ പ്ലാന്റ് വരികയും ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് സാധനങ്ങൾ അവിടെ കൊണ്ട് തരംതിരിക്കുന്ന സാഹചര്യം കൂടി വന്നു. കൂടാതെ കുറെ സർക്കാർ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വന്നപ്പോഴത്തേക്ക് ഈ മാലിന്യ പ്ലാനോട് വന്നപ്പോൾ സ്റ്റേഡിയമായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം കിടക്കുന്നത്. അത് ഒരു വെള്ളക്കെട്ടായി കാട് പിടിച്ചു കിടക്കുന്നു. അത് അവിടെ അത് സ്റ്റേഡിയമായി നിലനിർത്തണോ, അതിന് കിഴക്കുവശത്തുള്ള നിലം അക്വയർ ചെയ്തിട്ട് അവിടെ ഒരു കളിസ്ഥലമാക്കണോ എന്നുള്ള ഒരു ആലോചന അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ നമ്മൾ മെമ്പർമാരെല്ലാം കൂടെ ആലോചിച്ച് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് കോഴഞ്ചേരിയുടെ ഒരു വികസനം കൂട്ടായ ഉത്തരവാദിത്തോട്, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയമൊക്കെ ഇലക്ഷന് മുമ്പായിരുന്നു, അത് വെളിയിൽ പഞ്ചായത്തിന്റെ അകത്ത് അത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കോഴഞ്ചേരിയുടെ വികസനം മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലാണ് ജില്ലാ ആശുപത്രി, അതിന്റെ പണി പുരോഗമിക്കുന്നു. ജില്ലാ ആശുപത്രിയിലെ ഒരു കെട്ടിടത്തിന്റെ പണി പുരോഗമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ അത് നല്ല കാര്യം, 30 കോടി രൂപയുടെ പ്രൊജക്ട് ആരോഗ്യവകുപ്പിന്റെ കീഴിൽ ചെയ്യുന്നതാണ്. വളരെ നല്ല കാര്യം, ജനങ്ങൾക്ക് പ്രയോജനകരമാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രയാസം വന്നത്, ആ റോഡ് വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ് ജില്ലാ ആശുപത്രിയുടെ ഫ്രണ്ട് വശം. അതൊന്ന് വൈഡനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റോഡൊന്ന് വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലമില്ലാത്ത രീതിയിലാണ് അവർ ആ കെട്ടിടം പണി മുമ്പോട്ട് പോയത്. പല പ്രാവശ്യം സൂപ്രണ്ടിന്റെ അടുത്തും ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തും നമ്മൾ പരാതി കൊടുത്തു. ഇതിനൊക്കെ നേതൃത്വത്തിൽ സമരമൊക്കെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായ സമരപരിപാടികൾ അവിടെ നടത്തി. ഞാൻ ഇന്ന് അവിടെ ജില്ലാ ആശുപത്രിയിലെ രോഗികളുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ആ പണി നടക്കുന്ന സ്ഥലത്തോട്ട് ചെന്നപ്പോൾ ഒരു റൂം അവിടെ പണിയുന്നു. ആ റോഡിനോട് ചേർത്ത് സർക്കാരിന് ഒരു നിയമവും പൊതുജനങ്ങൾക്ക് വേറൊരു നിയമവും എന്നുള്ള രീതിയിലാണ് അവിടെ പണി നടക്കുന്നത്. അവര് എന്തൊക്കെയോ പറയുന്നു, അത് അവിടെ പറയാതെ പറ്റത്തില്ല. അപ്പം തീരെ വീതി കുറഞ്ഞ ആ സ്ഥലത്ത് നാളെ കഴിഞ്ഞ് 1 മീറ്റർ ഒന്ന് വീതി കൂട്ടണേ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ റോഡ് സൈഡിൽ കൊണ്ട് ഒരു വേസ്റ്റ് ടാങ്കും പിന്നെ ഒരു ചെറിയ മുറിയും അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണിച്ചു വെച്ച് ചെയ്യാനല്ല, ദീർഘവീക്ഷണത്തോടെ നാളെ കഴിഞ്ഞ് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ആ റോഡിന് വീതി കൂട്ടാൻ സർക്കാർ വസ്തു ഒരു 1 മീറ്റർ വിട്ടു തന്നാൽ, കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒരു 1.5 മീറ്റർ അവിടെ വീതി കൂട്ടാൻ വിട്ടു തന്നായിരുന്നെങ്കിൽ വളരെ പ്രയോജനകരമായിരുന്നു. ആ രീതിയിലല്ല അത് ചെയ്ത്. പിന്നെ കെട്ടിടം പണിയും കാര്യങ്ങളും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് അവിടെ നടക്കുന്നു. അത് നമ്മൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. ഇല്ലാത്ത കാര്യം നമ്മളില്ലെന്ന് പറയും. പക്ഷേ അക്കൂട്ടത്തിൽ മറ്റു കാര്യങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അത് ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കണം. അത് ശ്രമിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പല പരാതികളും നമ്മൾ കൊടുത്തിട്ടുണ്ട്, നിരന്തര സമരപരിപാടികളും നടത്തിയിട്ടുണ്ട്. കൂടാതെ വണ്ടിപ്പേട്ട വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായി വണ്ടിപ്പേട്ട വിഷയം അവിടെ നിലനിൽക്കുന്നതാണ്. അവിടെ ടൗണിന്റെ നടുക്ക് ഏകദേശം ഒരു 10-60 സെന്റ് വസ്തു അവിടെ കിടക്കുകയാണ്. അത് ഇപ്പം പാലം പണി വരുന്നതുമായി ബന്ധപ്പെട്ട അപ്രോച്ചോട് വരുന്നു, വണ്ടിപ്പേട്ട ഇല്ലാതാകും. പോസ്റ്റ് ഓഫീസ് അവരുടെ ഫ്രണ്ട് വശം പൊളിച്ച സാഹചര്യത്തിൽ അത് അവർക്ക് വാതിൽ കൊടുക്കണം. അങ്ങോട്ട് കുറച്ച് പ്രൈവറ്റ് വീടുകൾ, സ്വകാര്യ വ്യക്തികളുടെ വീടുകളുണ്ട്, അവിടെ അവർക്കുള്ള വഴിയുണ്ട്. ഈ ഒരു സ്വകാര്യ വ്യക്തിയുമായി തർക്കം നിൽക്കുന്നു 3.5 സെന്റ് വസ്തുവിന്റെ. ഇതെല്ലാം പരിഹരിച്ചാൽ ആ വണ്ടിപ്പേട്ടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയാണ്. അതിനുള്ളൊരു ശ്രമത്തിൽ ആ സ്വകാര്യ വ്യക്തിയുമായി നമ്മൾ ഉടനെ ചർച്ച നടത്തും. അദ്ദേഹത്തിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, സംസാരിക്കണം കാര്യങ്ങളെ പറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടേറെ നിരവധി വികസന പ്രവർത്തനം. കൂടാതെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഇവിടെ ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കുക സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ പഞ്ചായത്തിന്റെ. അതായത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് അസുഖമായി വരുന്ന അടിയന്തരമായി പാവപ്പെട്ട ജനങ്ങൾക്ക് അസുഖമായി വരുമ്പോൾ അവർക്ക് ഒരു സഹായം, വിവാഹം, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്നെ വിദ്യാഭ്യാസ സഹായം, പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായം, ഇതിനുവേണ്ടി ഒരു ഫണ്ട് കളക്ട് ചെയ്ത്, ഒരു ചാരിറ്റി പദ്ധതി പോലെ ഫണ്ട് കളക്ട് ചെയ്ത് സെക്രട്ടറിയുടെ പേരിൽ അക്കൗണ്ടിൽ വെക്കുകയും ആ അക്കൗണ്ട് അതായത് വാർഡ് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും പരിശോധിച്ച് അപേക്ഷ വരുന്നതനുസരിച്ച് കൃത്യമായി അവർക്ക് ചെയ്തു കൊടുക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തിക്കൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ ഭരണമേറ്റ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും മുന്നോട്ട് പോകുന്നുള്ള ഒരു ഉറപ്പാണ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭു വാഹനമിടിച്ച വഴിയാത്രക്കാരൻ മരിച്ചു. തെങ്കാശി സ്വദേശി തങ്കരാജാണ് മരിച്ചത്. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിന് സമീപത്ത് വെച്ച് ഡിസംബർ 25-നാണ്
ആ അപകടമുണ്ടായത്. ഏറെ സങ്കടകരം. ഈ മരിച്ച തങ്കരാജൻ്റെ ബന്ധു ശിവ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവ ഏറെ ദുഃഖത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്താണ്, ഏറെ കാലമായി ആ കോട്ടയത്ത് തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ലോട്ടറി വിൽപ്പനയുമായി ബന്ധപ്പെട്ടായിരുന്നു തങ്കരാജൻ കാലങ്ങളായി അവിടെ ഉണ്ടായിരുന്നെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ശിവ? അതെ അതെ, വലിയ സങ്കടമായുള്ള ഒരു കാര്യമായിപ്പോയി. അദ്ദേഹം ശരി നടന് നല്ല വമ്പൻ ടീം എന്ന ആ ഒരു ഇതിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു ജീവൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഇത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ഇത് എങ്ങനെയാ, പുള്ളിക്ക് വെള്ളം അടിച്ചു ബോധം കെട്ട് ചെയ്തതാണ്. ബോധം കെട്ട് ചെയ്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബം തന്നെ നടു റോട്ടിലായിപ്പോയി. നിത്യം ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ലോട്ടറി വിട്ട് അങ്ങനെയാണ് കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം പോയി ഇപ്പോൾ. ശിവ, അവസാനമായി എപ്പോഴാണ് തങ്കരാജിനെ ആശുപത്രിയിൽ വെച്ച് പോയി കണ്ടിരുന്നോ, സംസാരിച്ചിരുന്നോ? എങ്ങനെയാണ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരുന്നോ തങ്കരാജൻ ഉണ്ടായിരുന്നത്? ഇല്ല. ആദ്യം അവിടെ കൊണ്ടുപോയി വെന്റിലേറ്ററിലാണ് അവർ വെച്ചിരുന്നത്. വെന്റിലേറ്ററിൽ ഇത് ഓരോ ദിവസം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയും, ഒരു ദിവസം ഒന്നും ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ സ്റ്റാർട്ടിങ് മുമ്പ് തന്നെ അതിന്റെ ഇത് അവസ്ഥ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ. ശിവ, അപ്പോൾ മറ്റ് കുടുംബാംഗങ്ങളൊക്കെ, തങ്കരാജന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അങ്ങോട്ട് എത്തുന്നുണ്ടോ? കോട്ടയത്തുണ്ടോ? അവർ എങ്ങനെയാണ്? അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാഴ്ചയായിട്ട് ഒരു കൂട്ടത്തിലുണ്ട്. അവിടെ 2 പേരുണ്ട്, അത് കൂട്ടത്തിലുണ്ട്. എന്തായാലും അവരും വേറെ ജോലിയൊന്നും ഇല്ല. അടിച്ചിട്ട് ജോലി കിട്ടാണ്ട് അവരും അവിടെ എവിടെയുമായിട്ട് കൂലി പഠിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു അവസ്ഥയിലുള്ളിട്ട് കുടുംബം ഇവര് പുള്ളി ലോട്ടറി വിട്ട വരുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ട് കൊണ്ടുവന്നത്. ഇതെല്ലാം ഇതിലായിപ്പോയി. അതെ, അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു ഏക ആശ്രയമായിരുന്നു തങ്കരാജൻ എന്നുള്ളതും കൂടിയാണ്. ശിവ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നടപടികളെ സംബന്ധിച്ച്, അതായത് ഈ ഒരു സംഭവം നമ്മളത് കുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം അതൊരു മദ്യലഹരിയിലുണ്ടായ ഒരു അപകടമാണ്. അത് തീർത്തും നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. എന്താണ് ആ നടൻ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്നുള്ളത്? അപ്പോൾ എന്താണ് ഇതിനെ സംബന്ധിച്ച് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയല്ലേ ശിവ? അപ്പം അവർ FIR പോലും ഇത്ര സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ല. FIR സ്ട്രോങ് ആയിട്ട് എടുക്കണം എന്നുള്ള ഇതും കൂടെ ഞങ്ങൾ പറയുകയാണ്. FIR അവർ ഈ ആക്സിഡന്റ് ചെറുതായിട്ട് നടന്നു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് മധ്യ ലഹരിയിൽ അയാൾ വണ്ടി ഓടിച്ച് ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടായി എന്നുള്ള ഇതിൽ FIR കൂടെ എടുക്കണം എന്ന് ഞങ്ങളൊരു അപേക്ഷയായിട്ട് പറയുന്നു. അതെ, അപ്പോൾ അതിനുശേഷം പോലീസിനെ പോയി കണ്ടിട്ടും ഇത്തരത്തിൽ FIR എടുക്കുന്ന നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണോ? ഇല്ല, രണ്ടാമതൊന്നും ചെയ്തിട്ടില്ല. ആദ്യം എടുത്ത FIRന്റെ ഇത് മാത്രമേ ഉള്ളൂ. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനുശേഷം പോലീസ് വിളിച്ച വിവരങ്ങൾ പോലും ശേഖരിച്ചിട്ടില്ല? ഇല്ല, അവർ പറഞ്ഞു പറ്റിപ്പടിയെ ഓരോരോ കാര്യങ്ങളായിട്ട് രണ്ടാമത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോലീസുമായിട്ട് പോയി ബന്ധപ്പെട്ടു. അവിടെ ചെന്ന് പോയി ചോദിക്കുകയും ചെയ്തു. ഇതൊന്നാ ഇങ്ങനെ എഴുതിയേക്കണേ, ഇങ്ങനെയാണ് സാധാരണഗതി എന്ന് വെച്ചപ്പം അവർ പറഞ്ഞു ഇല്ല, അടുത്തടുത്ത് വരുമ്പോൾ ഞങ്ങൾ ഓരോരോ കാര്യം അതിനകത്ത് എഴുതി ചേർക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അതൊരു പിടുത്തമില്ല. അവർക്ക് ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിരിക്കുന്ന മൂന്നാറിലാണ്. എൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹം. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം മറിച്ച് അറിഞ്ഞ ശേഷം ഇപ്പൊ യാത്രയിലാണല്ലേ? അങ്ങോട്ട് പോവാണല്ലേ? യാത്രയിലാണ്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നന്ദി ശിവ ഈ ഒരു നിമിഷത്തിൽ പ്രതികരിച്ചതിന്. ഏറെ സങ്കടകരമാണ്. മദ്യലഹരിയിൽ വാഹനമോടിച്ച സീരിയൽ നടൻ കാട്ടിക്കൂട്ടിയതെല്ലാം നമ്മളന്ന് കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ആ കാട്ടിക്കൂട്ടിയതിൻ്റെ ഒരു ബാക്കിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ വാർത്ത എന്നുള്ളത്. ആ നടൻ വാഹനമിടിച്ച് ആ വഴിയാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. തെങ്കാശി സ്വദേശി തങ്കരാജാണ് മരിച്ചത്. ഏറെ കാലമായി കോട്ടയത്ത് ലോട്ടറി കച്ചവടവുമായി, ലോട്ടറി വിൽപ്പനയുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ബന്ധു പറയുന്നതനുസരിച്ച് കൃത്യമായ ഒരു FIR ഈ ഒരു സംഭവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. ബന്ധു ശിവ പറഞ്ഞതനുസരിച്ച് അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു അപകടം ഡിസംബർ 25-നാണ് നടന്നത്. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിന് സമീപത്ത് വെച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. ആ നാട്ടകത്ത് ലോട്ടറി വിൽപ്പനയുമായി മുന്നോട്ട് പോവുകയായിരുന്നു തങ്കരാജ്. അതിനിടയിലാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലാകുന്നത്. നമുക്ക് അന്നത്തെ ആ ദൃശ്യങ്ങൾ ഒന്നും കൂടി ഒന്ന് കാണാം.
ദൈവം, നിയമം, കോടതി ഇതൊക്കെ ഞങ്ങൾ വഴി വന്ന് നീ എന്നെ എന്നെ പോക്ക എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് അതാണ് അന്നത്തെ ആ ദൃശ്യങ്ങളാണത്. അതിനുശേഷമുള്ള റോഡിൽ കാണിച്ചു കൂട്ടിയ ചില വിക്രിയകൾ ആണ് നമ്മൾ ആ കണ്ടത്. അതന്നും വലിയ രീതിയിൽ അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ഈ സിദ്ധാർത്ഥിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും അടക്കമുള്ള ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിലവിൽ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ, ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബന്ധു പറയുന്നത്, ബന്ധു ആരോപിക്കുന്നത് തരത്തിലാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ കണ്ണനാണ് പരിക്കേറ്റത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് പാറശാല ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വരേണ്ട വഴി എൻ്റെ വണ്ടിയിൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അവിടെ നിന്ന് വന്ന് എൻ്റെ വണ്ടി ഇടിച്ച് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇടിച്ചിങ്ങനെ. പരിക്ക് വെച്ചാൽ വണ്ടി ബാക്ക് വീല് കയറിയെന്നാണ് അറിവ്. നല്ല സ്പീഡായിരുന്നു. നല്ല സ്പീഡായിരുന്നു. നിങ്ങളുടെ ബൈക്ക് വണ്ടി ഓട്ടോറിക്ഷ തട്ടിയിട്ടാണ് ബസ്സിൽ എടുത്തത്? ഓട്ടോറിക്ഷ തട്ടിയിട്ടാണ് ബസ്സിൽ ഇടിച്ചത്. അവർ എത്ര പേരുണ്ടായിരുന്നു? ഒരാളെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. പൂത്തുറ സ്വദേശി അജിരാജാണ് മരിച്ചത്. പെരുമാത്തുറ ഭാഗത്തു നിന്നും അഞ്ചുതെങ്ങ് ഭാഗത്തേക്ക് വരികയായിരുന്നു അപകടം. പുറകിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്ന അജിരാജ് ബൈക്കിൽ നിന്ന് തെറിച്ച് വീഴുകയായിരുന്നു. കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന പുതുവത്സരാഘോഷം നിയമവിരുദ്ധമാണെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. പോലീസും കോർപ്പറേഷനും ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഒത്താശ ചെയ്യുകയാണ്. മുൻ ഡെപ്യൂട്ടി മേയർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ മേയറും ആവർത്തിക്കുകയാണ്. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ തുടർച്ചയായി നിയമവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും CPIM നേതാക്കളുടെയും പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ സമഗ്ര വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും KP പ്രകാശ് ബാബു വ്യക്തമാക്കി. വെറുമൊരു പേപ്പർമേലുള്ള നടപടി ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് കോഴിക്കോട്ടെ കമ്മീഷണറോടും കോർപ്പറേഷൻ്റെ സെക്രട്ടറിയോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ട് പോലും ഇത്രയും വലിയ തമ്പുരാനാണോ എമറാൾഡ് ഫൈസൽ? ഈ അനധികൃതമായിട്ടുള്ള കെട്ടിടത്തിൽ 50,000 പേർക്കുള്ള ന്യൂ ഇയർ പാർട്ടി നടത്താൻ എങ്ങനെയാണ് പോലീസ് സംവിധാനം സൗണ്ടിന് അനുമതി കൊടുത്തിട്ടുള്ളത്, പെർമിഷൻ കൊടുത്തിട്ടുള്ളത്? കോഴിക്കോട്ട് മേയർ, ഞങ്ങളൊക്കെ കരുതി പുതിയ മേയർ വന്നാലെങ്കിലും ഈ കൊള്ള സംഘം ഇവിടെ നിന്ന് പുറത്തു പോകുമെന്ന്. ഒരു കോടീശ്വരന് കോഴിക്കോട് കോർപ്പറേഷനെ ഇങ്ങനെ വിലക്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ബാഹ്യ ഇടപെടലുകൾ ആരൊക്കെയാണ്? ഇതിൽ മുഹമ്മദ് റിയാസിന് പങ്കുണ്ടോ? ഇതിൽ കോഴിക്കോട്ടെ CPIMൻ്റെ പ്രബല നേതാക്കന്മാർക്ക് പങ്കുണ്ടോ? ഇത് വെളിപ്പെടുത്തട്ടെ. നിങ്ങൾ മീഡിയ പേഴ്സണിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റോൾ ഇതിൽ ആവശ്യമുണ്ട്. ഇത്രയും ഹൈക്കോടതിയുടെ ഒന്നൊന്നല്ല, ഞാൻ ഒരുപാട് വിധികളിലുണ്ട്. ജഡ്ജ്മെൻറ്റിന് 444/2005 അതിൻ്റെ വിധി, ഇതെല്ലാം തന്നെ നിലനിൽക്കും. സന്നിധാനത്തേക്ക് ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധാനത്ത് പുതുവത്സര ദിനത്തിൽ അയ്യപ്പന് തിരുവാതിര അർച്ചന സമർപ്പിച്ച കുഞ്ഞു മാളികപ്പുറങ്ങൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂടിലെ ജീവകലാ സാംസ്കാരിക കേന്ദ്രത്തിലെ 9 വയസ്സിന് താഴെയുള്ള 11 പെൺകുട്ടികളാണ് സന്നിധാനം നടപ്പന്തലിലെ വേദിയിൽ തിരുവാതിര അവതരിപ്പിച്ചത്. കൈകൊട്ടിയും കോൽകെട്ടിയും മൺചിരാതുകൾ ചേർത്തും വ്യത്യസ്തമായ 5 തിരുവാതിര ഇനങ്ങൾ അവതരിപ്പിച്ചു. ഭക്തിസാന്ദ്രമായ സന്നിധാനത്ത് കുട്ടികളുടെ നൃത്താർച്ചന അയ്യപ്പ ഭക്തർക്കും കൗതുക കാഴ്ചയായി. 2017 മുതൽ ജീവകലാ സാംസ്കാരിക കേന്ദ്രം സന്നിധാനത്ത് തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട്.
അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ? അമ്പപ്പൂ ചന്തമേറും ഗജവീരൻ കൊമ്പനാനത്തറുമ്പൻ, കൊമ്പനാനത്തറുമ്പൻ. അമ്പലമുറ്റത്തൊരു കൊമ്പനെ കൂട്ടരെ നിങ്ങൾ കണ്ടോ? അമ്പപ്പൂ ചന്തമേറും ഗജവീരൻ കൊമ്പനാനത്തറുമ്പൻ, കൊമ്പനാനത്തറുമ്പൻ. കമ്പമിട്ടുന്നൊരിമ്പം വരുത്തുന്ന വമ്മിഴും കൊമ്പുരണ്ടും അമ്മേ ഉയർത്തി കൊമ്പൻ തുമ്പങ്ങൾ അമ്പെ കൊഴിച്ചിടുന്നു, അമ്പെ കൊഴിച്ചിടുന്നു. ശബരിമല സന്നിധാനത്തും പുതുവത്സര ആഘോഷം നടന്നു. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കേരള പോലീസ്, ഫയർഫോഴ്സ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, മറ്റ് ജീവനക്കാർ ചേർന്നാണ് പുതുവർഷത്തെ വരവേറ്റത്. ഹാപ്പി ന്യൂ ഇയർ എന്ന് കർപ്പൂരം കൊണ്ടെഴുതി അഗ്നി പകർന്നാണ് സന്നിധാനത്ത് പുതുവത്സരം ആഘോഷിച്ചത്. ചോക്ക് കൊണ്ട് വരച്ച അക്ഷരങ്ങളിൽ കർപ്പൂരം നിറച്ച് കൃത്യം 12 മണിക്ക് ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്ത് കർപ്പൂരം കത്തിച്ചു. പുതുവത്സര ആശംസ നേർന്നും ശരണം വിളിച്ചും ഭക്തരും ആഘോഷത്തിന്റെ ഭാഗമായി. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. പുതുവർഷത്തോടൊപ്പം പുതിയ റെക്കോർഡുമായി കൊച്ചി മെട്രോയും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ വിവിധ യാത്രാ സംവിധാനങ്ങളിലായി 1.5 ലക്ഷത്തിലധികം പേരാണ് പുതുവർഷ തലേന്ന് രാത്രിയിലും പുലർച്ചെയുമായി സഞ്ചരിച്ചത്. കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയ ആഘോഷ പരിപാടികളിലെത്താനും മറ്റുമായി കൊച്ചി മെട്രോ ട്രെയിൻ, ഇലക്ട്രിക് ഫീഡർ ബസ്, കൊച്ചി വാട്ടർ മെട്രോ എന്നിവയെയാണ് ആശ്രയിച്ചത്. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ വരെ മെട്രോ സേവനങ്ങൾ നീട്ടിയിരുന്നു. പുലർച്ചെ 2 മണിവരെ സർവീസ് നടത്തിയ കൊച്ചി മെട്രോ ട്രെയിനിൽ 1,39,766 പേർ യാത്ര ചെയ്തു. ഇലക്ട്രിക് ഫീഡർ ബസ്സിൽ 6,817 പേരും വാട്ടർ മെട്രോയിൽ 15,000 പേരും യാത്ര ചെയ്തു. ഇതോടെ ആകെ 1,61,683 പേർ യാത്ര ചെയ്തെന്ന റെക്കോർഡും മെട്രോയ്ക്ക് സ്വന്തം. ഒറ്റ ദിവസം കൊണ്ട് 40,67,688 രൂപയുടെ വരുമാനം നേടി. പ്രതിദിന വരുമാനത്തിലും കൊച്ചി മെട്രോ ട്രെയിൻ റെക്കോർഡിട്ടു. തൃശൂരിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വലപ്പാട് സ്വദേശി അജീഷിനെ കാപ്പ ചുമത്തി നാട് കടത്തി. കാപ്പ നിയമപ്രകാരം 6 മാസത്തേക്കാണ് നാട് കടത്തിയത്. 2 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും അശ്രദ്ധമായി വാഹനം ഓടിച്ച കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അജീഷ്. മലപ്പുറം വളാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ മരിച്ചയാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. എടക്കര സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ജയകൃഷ്ണനെ കാർ ഇടിക്കുകയായിരുന്നു. തൃശൂർ ചാലക്കുടി പുഴയിൽ ആളെ കാണാതായെന്ന സംശയത്തിൽ തെരച്ചിൽ നടത്തി. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. കല്ലൂർ സ്വദേശി സതീഷ് കുമാറിനെയാണ് കാണാതായത്. പുഴയുടെ തീരത്ത് നിന്ന് സതീഷ് കുമാറിന്റെ മൊബൈലും ഷർട്ടും കണ്ടെത്തിയിരുന്നു. തൃശൂരിൽ 5 അംഗ കവർച്ചാ സംഘം പിടിയിൽ. ചങ്ങനാശ്ശേരി സ്വദേശി സിജോ, അഫാൻ, സുജീഷ്, മിഥുൻ, ധനേഷ് എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കുട്ടനെല്ലൂരിൽ സഞ്ചാരികളെ ആക്രമിച്ച് കവർച്ച ചെയ്യുന്നതിനായി തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു 5 അംഗ സംഘം. ഇവരുടെ വാഹനത്തിൽ നിന്ന് ആക്രമിക്കുവാൻ സജ്ജമാക്കിയ ആയുധങ്ങൾ കണ്ടെടുത്തു. ഇവർ വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണെന്ന് കണ്ടെത്തി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
Kavita Gold and Diamonds, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,380 രൂപ, പവന് 99,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,275 രൂപ, പവന് 82,200 രൂപ. വെള്ളി ഗ്രാമിന് 243 രൂപ, കിലോ 2,43,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. പുതുവർഷത്തെ വരവേറ്റ് കേരളം. സംഭവ ബഹുലമായ 2025 വിട പറഞ്ഞ് പുത്തൻ പ്രതീക്ഷകളുമായാണ് ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റത്. പരേഡ് ഗ്രൗണ്ടിലെയും വെളി ഗ്രൗണ്ടിലെയും പപ്പാഞ്ഞിമാരെ കത്തിച്ചാണ് കൊച്ചിക്കാർ പുതുവർഷത്തെ വരവേറ്റത്. കേരളത്തിൽ പുതുവർഷ ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കൊച്ചി. പതിവിലും വിപരീതമായി ഇത്തവണ 2 പപ്പാഞ്ഞിമാരെയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുക്കിയത്. കൗണ്ട് ഡൗൺ ആരംഭിച്ച് കൃത്യം 12 മണിക്ക് തന്നെ പരേഡ് ഗ്രൗണ്ടിലെയും വെളി ഗ്രൗണ്ടിലെയും പപ്പാഞ്ഞിമാരെ കത്തിച്ചു. ഹർഷാരവങ്ങൾക്കൊപ്പം ഹാപ്പി ന്യൂ ഇയർ വിളികളും മുഴങ്ങി. ഇതോടെ നാടും നഗരവും ആവേശത്തിന്റെ കൊടുമുടിയിലായി. സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി 1000-ലധികം ആളുകളാണ് ഈ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ തടിച്ചുകൂടിയത്.